ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പൈഡർമാൻ തീം കേക്കാണ് കേട്ടോ. അപ്പം ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ റെഡ് കളർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്രീമിലേക്ക് നമുക്കൊരു കേക്ക് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീമിലേക്ക് 4 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. 2 ഡ്രോപ്പ് ഐസ് മാജിക്കിൻ്റെ മാജിക് റെഡും 2 ഡ്രോപ്പ് സൂപ്പർ റെഡും ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം നല്ല ഡാർക്ക് റെഡ് കിട്ടിയിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കോട്ടും കൂടെ ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ക്രീമിലേക്ക് കളർ എത്ര ആഡ് ചെയ്താലും ആ ഒരു ഡാർക്ക് കളർ കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു കോട്ടിങ് കൊടുത്തതിന് ശേഷം രണ്ടാമത് ഡാർക്ക് കളർ വെച്ച് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് റെഡ് കളർ കിട്ടും. റെഡ് കളർ എന്നല്ല, നമുക്ക് ഏതാണോ ഡാർക്കായിട്ടുള്ള കളർ വേണ്ടത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുത്തിട്ട് രണ്ടാമത് കുറച്ച് ക്രീമിലേക്ക് നല്ല ഡാർക്ക് കളർ കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളായിരുന്ന ആ ഒരു ക്രീമിലേക്ക് കുറച്ചും കൂടി ഒന്ന് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ക്രീം കുറച്ച് കുറഞ്ഞു പോയത് കാരണം അതിലേക്ക് ഞാൻ വീണ്ടും 2 ഡ്രോപ്പ് മാജിക് റെഡും 2 ഡ്രോപ്പ് ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്രീമിലേക്ക് കളർ ആഡ് ചെയ്യുമ്പം നമുക്ക് ഏതാണോ നമ്മൾ കളർ എടുത്തിട്ടുള്ളത് ആ ഒരു കറക്റ്റ് ഷെയ്ഡിൽ നമുക്ക് കളർ കിട്ടും കേട്ടോ. പിന്നെ ബ്ലാക്ക് ഒന്നും അങ്ങനെ ഇത് എത്ര ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ബ്ലാക്ക് കളർ കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീമിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ബാക്കി ഈ ഒരു ബ്ലൂവും ഗ്രീനും പിന്നെ റെഡൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും, ഇത്രയും കളർ ആഡ് ചെയ്യുമ്പം ക്രീമിൽ കയ്പ്പ് ടേസ്റ്റ് വരില്ലേ എന്നുള്ളത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഷെഫ് മാസ്റ്ററും പിന്നെ ഐസ് മാജിക്കും ആണ് കേട്ടോ. ഇപ്പം ചില കളേഴ്സിന് നമുക്ക് അങ്ങനെ വല്ല കയ്പ്പൊന്നും തോന്നലില്ല. ഒരു 5-6 ഡ്രോപ്സ് വരെയെല്ലാം കളർ ആഡ് ചെയ്താലും അങ്ങനെ കയ്പ്പ് ടേസ്റ്റ് ഒന്നും വരത്തില്ല. പക്ഷേ ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെ ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ ഞാൻ വേറെ ഏതോ ഒരു ടൈപ്പ് റെഡ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് കയ്പ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചെടുക്കുമ്പോൾ ഒരു 3 ഡ്രോപ്പ് എടുത്തപ്പോൾ തന്നെ നല്ല കയ്പ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, നല്ല ഡാർക്ക് റെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ക്രീമിൽ തന്നെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കേക്കിൽ കളറും ആകുള്ളൂ. പിന്നെ നമുക്ക് അധികം കളറിൻ്റെ ഉപയോഗവും വരുന്നില്ല കേക്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രീമിലാണ് ഈ ഒരു കളർ കൊടുത്തിട്ട് ഈ ഒരു കളർ വരുത്തിയിട്ടുള്ളത്. ഇതൊരു 2 kg കേക്കാണ് കേട്ടോ. 2 ടയർ കേക്കാണ് ഇത്. താഴത്തെ ലെയറിൽ വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് ഫുള്ളായിട്ടും ഐസിങ് എല്ലാം ചെയ്ത് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒന്ന് ഷാർപ്പ് എഡ്ജസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് 7 ഇഞ്ച് ടിന്നിലാണ്. 2 7 ഇഞ്ച് ടിന്നിലായിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് 5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൊത്തം 2 kg ബാറ്റർ റെഡിയാക്കിയിട്ട് 2 5 ഇഞ്ചിലും 2 7 ഇഞ്ചിലും ആക്കിയിട്ട് ഒരേ അളവിലാക്കിയിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുകളിൽ വരുന്ന ആ ഒരു കേക്ക് ബ്ലൂ കളർ ക്രീം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ റോയൽ ബ്ലൂ ആണ് കേട്ടോ. അപ്പം കേക്ക് ഐസിങ് എല്ലാം ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇപ്പം ടയർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയമൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഈ ഒരു ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു ബാക്കി ഐസിങ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ഓൾറെഡി നല്ലോണം സെറ്റായ കേക്കാണ്. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുള്ളൂ. എന്നിട്ട് കേക്ക് ഇതുപോലെ ടയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഫുൾ ഹൈറ്റിൽ ഇതുപോലെ സ്ട്രോ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ആണ്. അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റിലായിട്ട് അതിങ്ങനെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് കൊടുക്കാനാവുന്ന ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മുന്നേ മാത്രമാണ് ഞാനിതുപോലെ കേക്കെല്ലാം ഇങ്ങനെ ടയർ ചെയ്തെടുക്കാറുള്ളത്. ഇപ്പം രാവിലെ തന്നെ കൊടുക്കേണ്ട കേക്കെല്ലാം ആണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ ടയറെല്ലാം ചെയ്ത് വെച്ച് ഡെക്കറേഷനെല്ലാം ചെയ്ത് വെക്കാറുണ്ട്. രാവിലെ 7 മണിക്കെല്ലാം ചിലപ്പം കേക്ക് ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഞാൻ ഇതുപോലെ തലേ ദിവസം തന്നെ അങ്ങനെ ചെയ്ത് വെക്കലാണ്. പക്ഷേ ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ കേക്ക് സെറ്റായതിന് ശേഷം മാത്രമേ ഇതുപോലെ ടയറെല്ലാം ചെയ്ത് വെക്കൂ കേട്ടോ. ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് മിനിമം ഒരു 4-5 മണിക്കൂറെല്ലാം കേക്ക് സെറ്റ് ചെയ്യും. അതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ടയർ ചെയ്യലാണ്. അങ്ങനെയാകുമ്പം കേക്കിൽ അങ്ങനെ ക്രാക്സ് ഒന്നും വരില്ല. അല്ലാണ്ട് നമ്മൾ കേക്ക് ഒട്ടും സെറ്റ് ചെയ്തിട്ടില്ല, ക്രം കോട്ട് ചെയ്തിട്ടും അധികം ഒന്നും സെറ്റ് ആവാത്ത കേക്കെല്ലാം ഇതുപോലെ ഇങ്ങനെ ടയർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കേക്കിൽ ക്രാക്സ് വരും കേട്ടോ. ആ ഒരു കേക്കിൻ്റെ വെയിറ്റ് കാരണം, അല്ലെങ്കിൽ കേക്ക് ഉള്ളിൽ നിന്ന് സെറ്റ് ആകുന്നത് കാരണം പുറത്തിങ്ങനെ കേക്കിൽ ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതാ ഗനാഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്പൈഡറിൻ്റെ ആ ഒരു വല ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്തിൽ ഫുൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു വല വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു ചെറിയൊരു പോർഷൻ പോലെ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്.
സ്പൈഡറിൻ്റെ ഈ ഒരു വെബ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കേക്കിൽ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റ് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ലെറ്റർ കട്ടർ ഉപയോഗിച്ചിട്ടാണ് നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ടോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. 50 രൂപേൻ്റെ ഉള്ളിലാണ് ഈ ഒരു ടോപ്പറിന് റേറ്റ് വരുന്നത്. പിന്നെ ആ ഒരു കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ, അത് മോശമായി പോയതല്ല കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചപ്പം അതിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് ഇറങ്ങിയിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാണ്ട് ബേസ് മോശമായതല്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലൊരു സ്പൈഡർമാൻ തീമിലുള്ളൊരു പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു. നമ്മൾ വേറെ കേക്കിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തപ്പോൾ അതിൻ്റെ ബാക്കിയായതാണ്. അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൽ ഇതുപോലെ സ്പൈഡർമാൻ്റെ കണ്ണും പിന്നെ യെല്ലോ കളർ കുറച്ച് സ്റ്റാറും പിന്നെ 4 എന്നുള്ളൊരു നമ്പറും കൂടെ കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ കേക്ക് പാക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു ബോക്സിലാണ് കേട്ടോ. അപ്പോൾ ബോക്സ് ഞാൻ എപ്പോഴും അതിൻ്റെ ആ മുകൾ ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത്. കാരണം അതിൻ്റെ മുകൾ ഭാഗം മാത്രം പിടിച്ച് അറിയാണ്ട് കസ്റ്റമർ അങ്ങനെ പിടിച്ചു പോയാൽ അത് ഫുള്ള് താഴേക്ക് പൊട്ടി താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മുന്നേ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതേ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോക്സെല്ലാം വെക്കാറുള്ളത്. ബോക്സിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സെല്ലാം തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം മാത്രം പിടിച്ച് നിന്നാൽ ആ ഒരു പിടി പൊട്ടിയിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള കേക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.